ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ താഴത്ത് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ പോകാൻ പോകുന്നത് അമേരിക്കൻ റെവല്യൂഷനിലേക്കാണ്. അമേരിക്കൻ വിപ്ലവം. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോവുക അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, പിന്നെ ചൈനീസ് വിപ്ലവം. അതിൽ ആദ്യത്തെ വിപ്ലവമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിപ്ലവമാണ് അമേരിക്കൻ റവല്യൂഷൻ, അമേരിക്കൻ വിപ്ലവം. അമേരിക്കൻ വിപ്ലവം ചോദിക്കാതെ ഒരു പരീക്ഷയും കടന്നു പോയിട്ടില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ആദ്യം തന്നെ നമ്മൾ അമേരിക്കൻ റവല്യൂഷൻ്റെ അകത്ത് ഫസ്റ്റ് പഠിക്കേണ്ടത് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം അഥവാ മൈഗ്രേഷനാണ്. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന ആൾ ഒരു നാവികനായ ആൾ കപ്പലിൽ സഞ്ചരിച്ച് അദ്ദേഹം ഒരു സ്ഥലത്തെത്തി. അദ്ദേഹം ആ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് അവിടെ മൊത്തം കറുത്ത നിറമുള്ള ആൾക്കാരെയായിരുന്നു. അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ പീപ്പിൾ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഇൻഡിജിയസ് പീപ്പിൾ എന്ന് വേണേൽ പറയാം. അവിടുത്തെ ലോക്കൽ പീപ്പിളിനെ അദ്ദേഹം നോക്കിയപ്പോൾ വളരെ കറുത്ത, ആഫ്രിക്കക്കാരെ പോലെ കറുത്ത ആൾക്കാരെയാണ് അദ്ദേഹം അവിടെ കണ്ടത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം എത്തിയത് ഇന്ത്യയിലാണ് എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. കാരണം കറുത്ത നിറമുള്ള ആൾക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം ഇന്ത്യയിലാണ് എത്തിയതെന്നാണ്. അങ്ങനെ അവിടെയുള്ള ആൾക്കാരെ അദ്ദേഹം വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്നാണ്. എന്താണ് അദ്ദേഹം വിളിച്ചത്? റെഡ് ഇന്ത്യൻസ്. അപ്പൊ ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ച് അമേരിക്കയിലെത്തി. അവിടുത്തെ കറുത്ത ആൾക്കാരെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം വിചാരിച്ചത് എന്താണ്? അദ്ദേഹം ഇന്ത്യയിലാണ് എത്തിയതാണ്. അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ അദ്ദേഹം എന്ത് ചെയ്തത്? റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത്. അങ്ങനെയാണ് ആദ്യമായിട്ട് അദ്ദേഹം ഏത് കണ്ടുപിടിച്ചത്? അമേരിക്ക എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ യൂറോപ്പിലെ, നമ്മുടെ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന്, റിലീജിയസ് പ്രോസിക്യൂഷനെ തുടർന്ന് കുറെ ആൾക്കാർ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക്, ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി, മൈഗ്രേറ്റ് ചെയ്തു. ഇവര് എന്തിനാ മൈഗ്രേറ്റ് ചെയ്തത്? അവിടുത്തെ കിങ്ങിന്റെ, രാജാവിന്റെ മതപരമായ പീഡനം, റിലീജിയസ് പ്രോസിക്യൂഷനെ തുടർന്നാണ് അവർ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയത്. ഈ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഈ ആൾക്കാരുണ്ടല്ലോ, ഈ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഈ ആൾക്കാർ പോയത് ഒരു കപ്പലിലാണ്. ഈ കപ്പലിന് പറയുന്ന പേര് മെയ് ഫ്ലവർ എന്നാണ്. എന്താണ് ഈ കപ്പലിന്റെ പേര്? മെയ് ഫ്ലവർ. ഈ കപ്പലിന്റെ പേര് മെയ് ഫ്ലവർ എന്നാണ്. ഈ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയ ആൾക്കാർ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് മെയ് ഫ്ലവർ. ഈ ആൾക്കാർക്ക് പറയുന്ന പേര് പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ്. ഏതാണ്? പിൽഗ്രിം ഫാദേഴ്സ് അഥവാ തീർത്ഥാടന പിതാക്കന്മാർ. ഇതാണ് ചെറിയൊരു പോയിന്റാണ്, ചെറിയൊരു ബോക്സ് ആണ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ആദ്യം വന്നത് 1492. പിന്നീട് 17ാം നൂറ്റാണ്ട് ആയപ്പോഴത്തേക്കും ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് കുറെ ആൾക്കാർ അമേരിക്കയിലേക്ക് കുടിയേറി. ഇതാണ് അമേരിക്കൻ ആ കുടിയേറിയ ആൾക്കാർ വന്ന ആൾക്കാരെ പറയുന്ന പേര് പിൽഗ്രിം ഫാദേഴ്സ്, തീർത്ഥാടക പിതാക്കന്മാർ. അവർ വന്ന കപ്പലിന്റെ പേര് മെയ് ഫ്ലവർ എന്നാണ്. നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആൾക്കാർ അമേരിക്കയിലേക്ക് കുടിയേറി. അപ്പൊ എന്ത് പറ്റി? അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോ അമേരിക്കയിലുണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ, അമേരിക്കൻസ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലെ ആൾക്കാരെ കണ്ട് ഭയന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്തു? അവർ ഉൾസ്ഥലങ്ങളിലേക്ക് വലിഞ്ഞു. അതായത് കാടുകളിലും പ്രധാനപ്പെട്ട സ്ഥലത്തല്ലാതെ അവരുടെ ഉൾസ്ഥലങ്ങളിലേക്ക് വലിഞ്ഞു. ആരാ? അമേരിക്കയിലുള്ള ആൾക്കാർ. അപ്പൊ ഈ ഇംഗ്ലണ്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു? ഈ അമേരിക്കക്കാരായിട്ടുള്ള തദ്ദേശവാസികളുടെ, അല്ലെങ്കിൽ ഇൻഡിജിയസ് പീപ്പിളിന്റെ, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ പീപ്പിളിന്റെ സ്ഥലങ്ങളും വീടുകളും അവരുടെ ആടുകളും വളർത്തു മൃഗങ്ങളൊക്കെ ആരെടുത്തു? ഇംഗ്ലീഷുകാര് കയ്യേറി. അങ്ങനെ പതുക്കെ കയ്യേറി ഇംഗ്ലണ്ടുകാര് അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചു. എന്ത് സ്ഥാപിച്ചു? കോളനികൾ സ്ഥാപിച്ചു. എത്ര കോളനികൾ സ്ഥാപിച്ചു? 13 കോളനികൾ സ്ഥാപിച്ചു. ഓക്കെ, അങ്ങനെ ഇംഗ്ലണ്ടുകാർ അമേരിക്കയിൽ കോളനി സ്ഥാപിച്ചു. ഇംഗ്ലണ്ട് കോളനി സ്ഥാപിച്ചു. പക്ഷെ ഈ കോളനി സ്ഥാപിച്ചപ്പോ ഇവിടുത്തെ ഭരണം മൊത്തം ആരുടെയിലായി? ഇംഗ്ലണ്ടിന്റെ കയ്യിലായി. പക്ഷെ അമേരിക്കക്കാർക്ക് ഒരു അവകാശവുമില്ല. ഏതില്? ഭരണത്തിൽ, അഡ്മിനിസ്ട്രേഷനകത്ത് ഒരു അവകാശവും ഇല്ലാതെയായി അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറെ ആൾക്കാർ, കുറെ തിങ്കേഴ്സ് അഥവാ ബുദ്ധിജീവികൾ മുന്നോട്ട് വരികയാണ്.
അങ്ങനെ മുന്നോട്ട് വന്ന ഒരു ബുദ്ധിജീവിയുടെ ഒരു സ്ലോഗനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇത് പറഞ്ഞത് ആരാണ്? ജെയിംസ് ഓട്ടിസം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞത് ജെയിംസ് ഓട്ടിസം. കാരണം ഇവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഇവരിൽ നിന്ന് നികുതിയൊക്കെ പിരിച്ചു ഇംഗ്ലണ്ടിലെ ആൾക്കാര്. പക്ഷെ ഭരണകാര്യത്തിൽ ആർക്കും ഒരു അവകാശമില്ല. ആർക്ക് അവകാശമില്ല? അമേരിക്കക്കാർക്ക് അവകാശമില്ല. അതിനെ തുടർന്നുണ്ടായ ഒരു മുദ്രാവാക്യമാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഈ മുദ്രാവാക്യം പറഞ്ഞത് ജെയിംസ് ഓട്ടിസം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മർക്കന്റിലിസ്റ്റ് ലോയാണ്. മർക്കന്റിലിസ്റ്റ് നിയമം. എന്താണ് ഈ മർക്കന്റിലിസ്റ്റ് നിയമം? എല്ലാ പരീക്ഷയിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മർക്കന്റിലിസ്റ്റ് നിയമം. മർക്കന്റിലിസ്റ്റ് ലോ അഥവാ മർക്കന്റിലിസ്റ്റ് നിയമം എന്ന് പറഞ്ഞാൽ, അതായത് ഇംഗ്ലീഷുകാരായ മർച്ചൻസ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ. ഇംഗ്ലീഷുകാരായ കച്ചവടക്കാർ അവരുടെ മാതൃരാജ്യം ഏതാ? അവരുടെ മദർലാൻഡ് ഏതാ? ഇംഗ്ലീഷുകാരായ മർച്ചൻസ് അവരുടെ മാതൃരാജ്യം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിന്റെ സഹായത്തോടുകൂടി ഈ ഇംഗ്ലീഷുകാരായ അമേരിക്കയിൽ കോളനിയിൽ നിൽക്കുന്ന മർച്ചൻസ്, അമേരിക്കൻ കോളനിയിൽ താമസിക്കുന്ന ഇംഗ്ലണ്ട് മാതൃരാജ്യമായ ഈ കച്ചവടക്കാര് അവരുടെ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടു കൂടി അമേരിക്കൻ കോളനിയിൽ കുറച്ച് നിയമങ്ങൾ നടപ്പിലാക്കി. ആ നിയമങ്ങൾക്ക് മർച്ചൻസ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ, ആ നിയമം കൊണ്ടുവന്നതാരാ? മർച്ചൻസ് ആണ്, വ്യാപാരികളാണ് അല്ലെ. വ്യാപാരികൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാണ് മർച്ചൻസ്. ഈ വ്യാപാരികൾ കൊണ്ടുവന്ന ഈ നിയമം കൊണ്ട് തന്നെ ഈ നിയമം അറിയപ്പെടുന്നത് മർക്കന്റിലിസ്റ്റ് ലോ അഥവാ മർക്കന്റിലിസ്റ്റ് നിയമം എന്നാണ്. നമുക്ക് മൊത്തം മർക്കന്റിലിസ്റ്റ് നിയമം പഠിക്കാനുള്ളത് 5 മർക്കന്റിലിസ്റ്റ് നിയമമാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ടേബിൾ കാണാം. ഞാൻ ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നതിനോട് ചേർത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഞാൻ പറയാം. ടെക്സ്റ്റ് ബുക്കിന്റെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇതിൽ ഫസ്റ്റ് വൺ, ഗുഡ്സ് ടു ആൻഡ് ഫ്രം അമേരിക്ക ഷുഡ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് മെയ്ഡ് ഇൻ ബ്രിട്ടൻ. ഒന്നാമത്തെ മർക്കന്റിലിസ്റ്റ് നിയമമാണ്. ആ നിയമത്തിന് ഒരു തലക്കെട്ട് കൂടി കൊടുക്കുകയാണ്. 1651 നാവിഗേഷൻ ആക്ട് അഥവാ നാവിക നിയമം എന്നാണ് ഈ നിയമം അറിയപ്പെടുന്നത്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. 1651 നാവിഗേഷൻ ആക്ട് നാവിക നിയമമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ നിയമം. ഈ മലയാളത്തിൽ ബ്രിട്ടനിൽ നിന്നോ ബ്രിട്ടനിലേക്കോ എന്ത് സാധനം കയറ്റുമതി ചെയ്താലും ഇറക്കുമതി ചെയ്താലും അത് ബ്രിട്ടൻ നിർമ്മിച്ച കപ്പലിലോ അല്ലെങ്കിൽ ബ്രിട്ടന്റെ കോളനിയിൽ നിർമ്മിച്ച കപ്പലിലോ ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ നിയമം. തൊട്ട് വലതുവശത്ത് കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന നിയമം 1660 ട്രാൻസ്പോർട്ടേഷൻ ആക്ട് അഥവാ ഗതാഗത നിയമം. അതായത് കോളനീസ് പ്രോഡക്റ്റ് ലൈക്ക് ടുബാക്കോ, ഗൂൾ എക്സെട്ര, കമ്പിളി, പുകയില, പഞ്ചസാര തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ, കോളനിയിലെ ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളായ പഞ്ചസാര, കമ്പിളി, കോട്ടൺ, പുകയില തുടങ്ങിയ വസ്തുക്കൾ എങ്ങോട്ട് മാത്രമേ അമേരിക്കൻ ഉൽപ്പന്നങ്ങളായ ഈ സാധനങ്ങൾ വേറെ രാജ്യത്തോട്ടൊന്നും കയറ്റുമതി ചെയ്ത് എങ്ങോട്ട് മാത്രമേ കയറ്റുമതി ചെയ്യാവുള്ളൂ? ബ്രിട്ടനിലേക്ക് അഥവാ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവുള്ളൂ. ഈ നിയമത്തിന് പറയുന്ന പേരാണ് ട്രാൻസ്പോർട്ടേഷൻ ആക്ട് 1660 അഥവാ ഗതാഗത നിയമം. അടുത്ത നിയമമാണ് 1765 സ്റ്റാമ്പ് ആക്ട് അഥവാ സ്റ്റാമ്പ് നിയമം എന്ന് പറയും. ഈ സ്റ്റാമ്പ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തൊട്ടതാണ് രണ്ടാമത്തെയാണ് സ്റ്റാമ്പ് നിയമം. അതായത് കോളനിയിൽ എന്ത് ലഘുലേഖകൾ, പത്രങ്ങൾ, ന്യൂസ് പേപ്പറുകൾ, പ്രമാണങ്ങൾ, പാംപ്ലെറ്റ്, ലഘുലേഖകൾ ഇതിലൊക്കെ എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിച്ചിരിക്കണം. അതായത് അമേരിക്കൻ കോളനിയിൽ ഇറങ്ങുന്ന പത്രമായാലും ശരി, ലഘുലേഖകളായാലും ശരി, നോട്ടുകളാണെങ്കിലും ശരി, നമ്മുടെ മുദ്രപത്രങ്ങളാണെങ്കിലും ശരി, ലൈസൻസുകളാണെങ്കിലും ശരി, അതിൻ്റെ അകത്ത് അമേരിക്കയിലാണ് ഇറങ്ങുന്നതെങ്കിലും ആരുടെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം? ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിച്ചിരിക്കണം. അതാണ് 1765 സ്റ്റാമ്പ് നിയമം. അടുത്തത് 1767 ടൗൺഷെൻഡ് ആക്ട് അഥവാ ടൗൺഷെൻഡ് നിയമം. ഈ ടൗൺഷെൻഡ് നിയമം പ്രകാരം
ബ്രിട്ടനിൽ നിന്ന് കോളനിയിലേക്ക് അഥവാ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളായ ഗ്ലാസ്, പേപ്പർ തുടങ്ങിയ സാധനത്തിനൊക്കെ ബ്രിട്ടൻ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. ബ്രിട്ടൻ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഈ സാധനത്തിനൊക്കെ അമേരിക്കക്കാർ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഈ നിയമത്തിന് പറയുന്ന പേരാണ് ടൗൺഷെൻഡ് ആക്ട് അഥവാ ടൗൺഷെൻഡ് നിയമം. ഈ 4 നിയമത്തിനാണ് നമുക്ക് ഹെഡിങ് ഉള്ളത്. ലാസ്റ്റ് ഒരു നിയമം കൂടിയുണ്ട്. ആ നിയമത്തിന് ഹെഡിങ് ഇല്ല. ആ നിയമത്തിന് ഹെഡിങ് ഒന്നുമില്ല. ആ നിയമം ഇതാണ്. എന്താണ്? അമേരിക്കൻ കോളനിയിൽ താമസിക്കുന്ന ബ്രിട്ടീഷുകാരായ പട്ടാളക്കാർ, അമേരിക്കയിൽ താമസിക്കുന്ന ബ്രിട്ടീഷുകാരായ പട്ടാളക്കാർക്ക് താമസവും ഭക്ഷണവും ആര് കൊടുക്കണം? അമേരിക്കക്കാർ കൊടുക്കണം. അതാണ് അടുത്ത നിയമം. മനസ്സിലായോ? Colony should provide food and shelter to the British troops who carried in colony. അമേരിക്കയിൽ താമസിക്കുന്ന ബ്രിട്ടീഷുകാരായ പട്ടാളക്കാർക്ക് അമേരിക്കൻ കോളനിയിലുള്ള ആൾക്കാർ താമസവും ഭക്ഷണവും നൽകണം. ഈ 5 നിയമങ്ങളാണ് നമ്മൾ മെർക്കന്റിലിസ്റ്റ് നിയമം എന്ന് പറയുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഈ നിയമം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞ നിയമങ്ങൾ പ്രകാരം അമേരിക്കയിൽ തേയിലക്ക് അതിശക്തമായ വില ഉയർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേയിലയുടെ വിലക്കയറ്റത്തിനെ തുടർന്ന് 1773 ഡിസംബർ മാസം 16-ാം തീയതി റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച് കുറച്ച് അമേരിക്കക്കാരായ കോളനി നിവാസികൾ റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച് ബോസ്റ്റൺ എന്ന് പറയുന്ന തുറമുഖത്ത് ഹാർബറിൽ ആങ്കർ ചെയ്തിരുന്ന നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലിൻ്റെ അകത്ത് കയറി. കപ്പലിൽ നിന്ന് 342 പെട്ടി തേയില എടുത്ത് കടലിലേക്ക് ഇട്ടു. അതായത് തേയില നമ്മൾ ഈ പറഞ്ഞ മെർക്കന്റിലിസ്റ്റ് നിയമപ്രകാരം തേയിലക്ക് ടാക്സ് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ടാക്സ് കൂടിയതിനെ തുടർന്ന് തേയിലയുടെ വില കൂടിയപ്പോൾ തേയില വാങ്ങിക്കാനുള്ള ശേഷി അമേരിക്കക്കാരായ കോളനിക്കാർക്കില്ല. അങ്ങനെ വന്നപ്പോൾ അവരുടെ ജീവിതം ബുദ്ധിമുട്ടായി. അങ്ങനെ അവർ വയലൻസിലേക്ക് കടക്കുകയാണ്. 1773 ഡിസംബർ 16-ാം തീയതി ബോസ്റ്റൺ എന്ന് പറയുന്ന തുറമുഖത്ത് ഹാർബറിൽ ആങ്കർ ചെയ്തിരുന്ന നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലിലേക്ക് ഇവർ കയറി 342 തേയില ടീ ബോക്സ് എടുത്ത് കടലിലിട്ടു. ഇതിന് പറയുന്ന പേരാണ് ബോസ്റ്റൺ ടീ പാർട്ടി അഥവാ ബോസ്റ്റൺ ചായ സൽക്കാരം എന്ന് മലയാളത്തിൽ പറയും. പക്ഷേ മലയാളം ടെക്സ്റ്റിലും ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ്. ഇതിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു മെർക്കന്റിലിസ്റ്റ് നിയമത്തെ തുടർന്നാണ് അവിടെ അമേരിക്കയിൽ സംഘർഷം തുടങ്ങുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഒരു ചോദ്യം, ടെക്സ്റ്റിലില്ല എന്നാലും ഞാനൊരു ചോദ്യം മുന്നോട്ട് വെക്കുകയാണ്. അമേരിക്കൻ വിപ്ലവം ഇംഗ്ലീഷുകാര് ഇംഗ്ലണ്ടിനെതിരായ നടത്തിയ ഒരു വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം. വിലയിരുത്തുക എന്നൊരു ചോദ്യം വന്നാൽ, അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് ദ വാർ ഓഫ് ഇംഗ്ലീഷ് എഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ ഒരു സമരമാണ് അമേരിക്കൻ വിപ്ലവം എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഇംഗ്ലണ്ടിൽ നിന്ന് മതപീഡനത്തെ തുടർന്ന് കുടിയേറിയവരാണ്, അമേരിക്കയിലേക്ക് കുടിയേറിയ ആൾക്കാരാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാരുടെ സത്യത്തിലുള്ള ആൾക്കാരുടെ റെഡിൻസ് അല്ല, ഇപ്പൊ അമേരിക്കയിൽ നിന്നുള്ള ആൾക്കാരുടെ മാതൃരാജ്യം ഏതാ? ഇംഗ്ലണ്ടാണ്. അപ്പൊ ഇംഗ്ലീഷുകാരാണ്, അവരുടെ ഇംഗ്ലീഷുകാരായിട്ടുള്ള ആൾക്കാർ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സമരമാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷുകാരായിട്ടുള്ള ആൾക്കാർ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സമരമാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ.